വനിതകൾ നേർക്കുനേർ പോരാടുന്ന മണ്ഡലം എന്നതിലൂടെ ശ്രദ്ധേയമാണ് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് നിയമസഭാ നിയോജക മണ്ഡലം. ഇത്തവണ രണ്ടാം തവണയും CPIM-ന്റെ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരിയാണ് ഇടതുപക്ഷത്തിനു വേണ്ടി കോങ്ങാട് എന്ന് ജനവിധി തേടുന്നത്. ഇത്തവണ എന്തൊക്കെ പ്രതീക്ഷകളാണ്, എന്തൊക്കെ ഉറപ്പുകളാണ് നാട്ടുകാരോട് നൽകാനുള്ളത്? കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങളൊരു വികസന രേഖ അച്ചടിച്ചുകൊണ്ട് എല്ലാവരുടെയും വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. ആ വികസനങ്ങളിൽ നമുക്ക് കോങ്ങാടിൻ്റെ ഒരു മുഖച്ഛായ മാറ്റിയ പ്രവർത്തനങ്ങൾ, ഒന്ന് കൊട്ടശ്ശേരി ടിപ്പു സുൽത്താൻ റോഡ് 70 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു. ചെറക്കപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് 37 കോടി രൂപ. കാഞ്ഞിരപ്പുഴ ഉദ്യാനം കേരളത്തിൽ തന്നെ നമ്പർ 1 ടൂറിസം സെൻ്ററായി മാറുന്ന 161 കോടി രൂപയുടെ PPP പദ്ധതിയുടെ പ്രോജക്റ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. മുണ്ടു തൂത റോഡ് പൂർത്തീകരിച്ചിരിക്കുന്നു. മീൻവല്ലം റോഡ് 4.5 കോടി രൂപ ചെലവഴിച്ചു. വാക്കോട് തുടിക്കോട് റോഡ് 4 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു. ഒലിപ്പാറ പാലം 7 കോടി 60 ലക്ഷത്തിൻ്റെ പണി നടക്കുകയാണ്. എഴുത്തോമ്പാറ പാലം 12 കോടി, ഓടനൂർ പാലം 12 കോടി, വട്ടപ്പള്ള അണ്ടർ പാസേജ് 3 കോടി 45 ലക്ഷം തുടങ്ങി നിരവധിയായ പദ്ധതികൾ. 1.5 കോടി രൂപയുടെ സിന്തറ്റിക് ടാർ സ്വിമ്മിംഗ് പൂള് പറളി പഞ്ചായത്തിൽ ഉൾപ്പെടെ നമുക്ക് ഇങ്ങനെയുള്ള വികസനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വികസന പ്രതീക്ഷ എന്ന് പറയുന്നത് കോങ്ങാട് മണ്ഡലത്തിൻ്റെ സമഗ്രതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് കാഞ്ഞിരപ്പുഴ കരിമ്പ തച്ചമ്പാറ പഞ്ചായത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു ടൂറിസം ഹബ്ബാണ്. കാരണം മലയോര മേഖലയും ആദിവാസി ജനവിഭാഗങ്ങളും ഒക്കെ താമസിക്കുന്ന പ്രദേശം. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ തുടങ്ങി മീൻവല്ലം വെള്ളച്ചാട്ടം, ആറ്റില വെള്ളച്ചാട്ടം, ശിരുവാണി, കേരളമേട് തുടങ്ങിയവ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം ഹബ്ബ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ കോങ്ങാട് കേരളശ്ശേരി മണ്ണൂർ പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന ഒരു കൾച്ചറൽ ഇന്നൊവേഷൻ കോർണർ, കൂടാതെ നമ്മുടെ നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന കോങ്ങാട് സ്റ്റേഡിയം 6 കോടി രൂപ, അതുപോലെ തന്നെ നൊമ്പരത്തിപ്പാലം 6.5 കോടി പണി നടക്കാൻ വേണ്ടി പോകുന്നു. കോങ്ങാട് കമ്മ്യൂണിറ്റി ഹാൾ 2.25 കോടി, കോങ്ങാട് ഷോപ്പിംഗ് കോംപ്ലക്സ് ബസ് സ്റ്റാൻഡ് 2.25 കോടി. ഈ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് പൂർത്തീകരിക്കുകയും കൂടെ വേണം. 5 വർഷത്തെ നമ്മുടെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഞാൻ എല്ലാ പ്രദേശങ്ങളിലും പരമാവധി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി എന്നതിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ സെക്കൻഡ് റൗണ്ട് ഇപ്പോൾ നാളത്തോടെ പൂർത്തീകരിക്കുന്നു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ പോകാൻ പറ്റാത്ത പല ഇടങ്ങളിലേക്കും പോകുക എന്നുള്ളതാണ്. വനിതകളാണ് എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ, ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ. ഏതെങ്കിലും മത്സരം ഫീൽ ചെയ്യുന്നുണ്ടോ? അത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ എതിരാളി എൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. സ്ത്രീകൾ വരണമല്ലോ എല്ലായിടത്തായും, സ്ത്രീകൾ മുന്നോട്ട് വരണം. ജനസംഖ്യയിൽ 50% സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ പൊതുരംഗത്തേക്കും രാഷ്ട്രീയ രംഗത്തേക്കും പാർലമെൻറ്റ് രംഗത്തേക്കും സ്ത്രീകൾ കടന്നു വരണം എന്നുള്ള ഒരു പ്രത്യാശ തന്നെയാണുള്ളത്. ഇവിടെ അങ്ങനെ പ്രത്യേകമായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ഒരു രാഷ്ട്രീയ എതിരാളികൾ എന്നതാണ് മാത്രം. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. കോങ്ങാട് നിയമസഭാ മണ്ഡലം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്തവണ പ്രത്യേകത നൽകുന്നത് ഈ സ്ത്രീകളുടെ പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായൊരു മണ്ഡലം കൂടിയാണ്. എല്ലാ തരത്തിലും മത്സര പ്രതിനിധി സൃഷ്ടിക്കാൻ കഴിഞ്ഞൊരു മണ്ഡലം കൂടിയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് NDA ആയാലും UDF ആയാലും ഇവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. പക്ഷേ രണ്ടാം തവണ ഇറങ്ങുമ്പോൾ ആദ്യത്തെ 5 വർഷം നടപ്പിലാക്കിയ വികസന പദ്ധതികൾ തന്നെയാണ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കൈമുതലായി ഉള്ളത്.